വചനം തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മിശിഹായും. നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ മാമോദീസ സ്വീകരിച്ചു. മാമോദീസയിലൂടെ മാമോദീസ സ്വീകരിച്ച അല്ലെങ്കിൽ സ്വീകരിക്കുന്നവർ ഒരു ശരീരമായി മാറുന്നു. അതേത് ശരീരമാ? ഈശോ മിശിഹായുടെ ഭൗതിക ശരീരം. ആ ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മിശിഹായും. നാം എല്ലാവരും ഒരേ ആത്മാവിൽ മിശിഹായാകുവാൻ, മിശിഹായുടെ ഭൗതിക ശരീരമാകുവാൻ മാമോദീസ സ്വീകരിച്ചിരിക്കുക. മാമോദീസ എന്ന കൂദാശയിലൂടെ നാം ഈശോ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഓരോ അവയവങ്ങളായി മാറി നാം എല്ലാവരും ചേർന്ന് ഒരു ശരീരമായി, ഈശോയുടെ ശരീരമായി മാറിയിരിക്കുകയും, എന്നിട്ട് നാം വായിക്കുകയും ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ, 26-ാമത്തെ വാക്യം, ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. നിങ്ങൾ ഈശോയുടെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. മാമോദീസ സ്വീകരിച്ചവരായ എല്ലാവരും ചേർന്ന് ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയും, ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ, മാമോദീസ സ്വീകരിച്ചതിലൂടെ ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറിയെന്ന അവബോധമുള്ള ഒരു വ്യക്തിയുടെ സ്വാഭാവികവും നിർബന്ധിതവുമായ ഒരു അനുഭവമാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഒരു അവയവമായ ഞാൻ തന്നെ വേദന അനുഭവിക്കണമെന്നില്ല എനിക്ക് വേദനിക്കാൻ. മാമോദീസ എന്ന കൂദാശയിലൂടെ ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയുടെ പേരാ സഭ. ആ സഭയാണ് ഈശോ മിശിഹായുടെ ഭൗതികമായ ശരീരം. ആ ഭൗതിക ശരീരമായ സഭയിലെ ഏതെങ്കിലും ഒരു അംഗം വേദന അനുഭവിക്കുമ്പോൾ അത് എൻ്റെയും കൂടി വേദനയായി മാറുന്നു. അതെൻ്റെ വേദനയുടെ അനുഭവമായി എനിക്ക് മാറുകയാണ്. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ ഞാൻ ഈശോയോട് ഐക്യപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ പ്രകടമായ ഒരു അടയാളം ഇത്. മാമോദീസ എന്ന കൂദാശ ഞാൻ സ്വീകരിച്ചതായ, നാം ഓരോരുത്തരും സ്വീകരിച്ചതായ മാമോദീസ എന്ന കൂദാശ കേവലം ഒരു ആത്മീയ അനുഷ്ഠാനത്തിനപ്പുറത്ത് ഒരു ആത്മീയ അവസ്ഥയായി, അനുഭവമായി എന്നിൽ മാറിയിട്ടുണ്ടോ എന്നതിൻ്റെ യഥാർത്ഥ ഉരകല്ലായി ഈ വചനം മാറുകയും
ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായി എന്നെ മാറ്റിയ എൻ്റെ മാമോദീസ യഥാർത്ഥത്തിൽ മാമോദീസായുടെ ഫലം എന്നിൽ ഉളവാക്കിയിട്ടുണ്ട് എങ്കിൽ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഒരു അവയവം ആത്മീയമായി വേദനിക്കുമ്പോൾ, പാപത്തിൽ ഇടറുമ്പോൾ, പ്രലോഭനത്തിന് വഴിപ്പെടുമ്പോൾ, തിന്മയ്ക്ക് അടിമയാകുമ്പോൾ എൻ്റെ ആത്മാവിൽ ആ ഒരു വേദന എനിക്ക് അനുഭവപ്പെടണം. ഈശോ തൻ്റെ ഈ ലോക ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ, ഈശോ തൻ്റെ പീഡാസഹനത്തിൽ അനുഭവിച്ച വേദനകൾ, ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ അനുഭവിച്ച വേദനകൾ, ഈശോ കാൽവരി യാത്രയിൽ അനുഭവിച്ച വേദന, ഈശോ കുരിശിൽ കിടന്ന് അനുഭവിച്ച ദാഹം, ഇതൊന്നും കേവലം ശാരീരികമായ വേദനകളായിരുന്നില്ല, കേവലം ശാരീരികമായ ദാഹമായിരുന്നില്ല, കേവലം ശാരീരികമായ സഹനമായിരുന്നില്ല. പിന്നെയോ പാപത്തിൽ വീണ കിടക്കുന്ന മനുഷ്യ മക്കളെക്കുറിച്ചുള്ള വേദനയായിരുന്നു അത്. പാപം ചെയ്ത് സ്വയം നശിച്ചു പോകുന്ന ദൈവമക്കളെക്കുറിച്ചുള്ള വേദനയായിരുന്നു അത്. ആ വേദന ഈശോ സ്വന്തമാക്കിയതായിരുന്നു. ഈ ലോകത്തിലെ അവൻ്റെ വേദനകളെന്ന് പറയുന്നത്, അവൻ്റെ സഹനങ്ങളെന്ന് പറയുന്നത്. ആ വേദനകളെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം ഓരോരുത്തരും മാറ്റുമ്പോഴാണ് നാം ഈശോയോട് ഐക്യപ്പെട്ടവരായി മാറുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ വേദനയെ സ്വന്തമാക്കിക്കൊണ്ട് ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വേദനയെ സ്വന്തം ആന്തരികതയുടെ വേദനയായി സ്വീകരിച്ചുകൊണ്ട് ആ വേദനയോട് പ്രത്യുത്തരിക്കുന്ന വ്യക്തിയായി നാം മാറുന്നത് എപ്രകാരമാണ് എന്ന് പൗലോസ്ലീഹ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അദ്ദേഹം പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുകയും 28-29 വാക്യങ്ങൾ, ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? സ്നേഹമുള്ളവരെ, വേദനിക്കുന്ന, തെറ്റ് ചെയ്യുന്ന ജീവിതങ്ങളെ പ്രതി ഈശോയുടെ സഹനത്തോടും വേദനയോടും ഐക്യപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുന്ന സ്ലീഹായെ നാം വീണ്ടും കണ്ടുമുട്ടുകയാണ്. കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ഈശോ ഇന്നും സഹിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ അവസാനിക്കാത്ത സഹനത്തിൽ, അവൻ്റെ അവസാനിക്കാത്ത പീഡകളിൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് പങ്കുപറ്റുന്നു. സ്ലീഹ പറയുകയും നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. തനിക്ക് ലഭിക്കുന്ന വേദനകളെക്കുറിച്ച്, താൻ ഏറ്റെടുക്കുന്ന സഹനങ്ങളെക്കുറിച്ച്, തൻ്റെ വേദനകളെക്കുറിച്ച് സന്തോഷിക്കുന്നുവെന്ന സ്ലീഹ പറയുന്നത്. എന്തുകൊണ്ട് സന്തോഷിക്കുന്നുവെന്ന? കാരണം സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ഈശോ ഏറ്റെടുത്ത ഇനിയും അവസാനിക്കാത്ത അവൻ്റെ പീഡകളിൽ
എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പങ്കുപറ്റുകയാണ്. മനുഷ്യ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ഏറ്റെടുത്ത സഹനത്തിൽ എൻ്റെ സഹനം കൊണ്ട് ഞാൻ പങ്കുപറ്റുകയാണ്. ഞാൻ സഹിക്കുമ്പോൾ, ഞാൻ വേദനിക്കുമ്പോൾ അതാണ് താൻ ചെയ്യുന്നത്. ഈശോയുടെ വേദനകളിൽ പങ്കുപറ്റുകയും ഈശോയുടെ സഹനത്തിൽ പങ്കുപറ്റുകയും. കാരണം ഞാൻ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുകയും. സ്നേഹമുള്ളവരെ, ഇത് കേവലം എനിക്ക് ലഭിക്കുന്നതായ സഹനങ്ങളെക്കുറിച്ച് മാത്രമല്ല, എനിക്കുണ്ടാകുന്നതായ വേദനകളെക്കുറിച്ച് മാത്രമല്ല, പിന്നെയോ ഞാൻ ഏറ്റെടുക്കേണ്ടതായ വേദനകളും കൂടി, ഞാൻ ഏറ്റെടുക്കേണ്ടതായ സഹനങ്ങളും കൂടി. ഞാൻ വായിക്കുന്നുണ്ട്, പൗലോസ്ലീഹ കൊരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഓർക്കണം, കഠിനാധ്വാനത്തിൽ വിഷമസന്ധികളിൽ നിരവധി രാത്രിയിലെ ജാഗരണത്തിൽ വിശപ്പിലും ദാഹത്തിലും അതുകൂടാതെ ഉപവാസത്തിലും. അവൻ ആവശ്യത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു, അവൻ ആവശ്യത്തിന് പട്ടിണി ഉണ്ടായിരുന്നു, അവൻ ആവശ്യത്തിന് ദാഹവും വിശപ്പും പരവേശവും ഉറക്കമിളപ്പും എല്ലാം ഉണ്ടായിരുന്നു. നിരവധി രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നവൻ പിന്നെ എന്തിന് അതുകൂടാതെ ജാഗരണവും കൂടി ഏറ്റെടുത്തു. ഒരുപാട് ദിനരാത്രങ്ങൾ വിശപ്പിലും ദാഹത്തിലും കഴിഞ്ഞുകൂടിയവൻ എന്തിന് ഉപവാസം ഏറ്റെടുത്തു? സ്നേഹമുള്ളവരെ, എനിക്ക് ലഭിക്കുന്ന സഹനങ്ങൾ മാത്രം പോരാ, എനിക്ക് ലഭിക്കുന്ന വേദനകൾ മാത്രം പോരാ. എൻ്റെ ഈശോയോട് എന്നെ ഐക്യപ്പെടുത്തുന്ന ഞാൻ ബോധപൂർവം ഏറ്റെടുക്കുന്ന എൻ്റെ വേദനകൾ, ഞാൻ ബോധപൂർവം ഏറ്റെടുക്കുന്നതായ സഹനങ്ങൾ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നതായ വേദനകൾ, ഞാൻ ഏറ്റെടുക്കേണ്ടതായ സഹനങ്ങൾ, ഞാൻ ഏറ്റെടുക്കേണ്ടതായ ത്യാഗങ്ങൾ, ആ വേദനകളും സഹനങ്ങളുമാ എനിക്ക് ലഭിക്കുന്നതായ വേദനകളെയും സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ആത്മീയമായ കരുത്തും ശക്തിയും എനിക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് ശ്ലീഹായ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അല്ലേ നാം വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇത് ഒരു പരിശീലനത്തെക്കുറിച്ചാണ് ശ്ലീഹ പറയുന്നത്. എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദപ്രയോഗം വായിക്കുമ്പോൾ അതൊരു ശാരീരിക പരിശീലനത്തെക്കുറിച്ച്, ആസ്കേസിസ് എന്ന ഗ്രീക്ക് പദമാണ് ശ്ലീഹ അവിടെ ഉപയോഗിക്കുന്നത്. ശാരീരികമായ പരിശീലനമെന്ന അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതത്തിൽ
ഒരു സ്ലീഹ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന സഹനങ്ങളിലും വേദനകളിലും പരീക്ഷണങ്ങളിലും പീഡനങ്ങളിലും എനിക്ക് പിടിച്ചു നിൽക്കുവാൻ അനിവാര്യമായ ആത്മീയമായ കരുത്ത് പ്രദാനം ചെയ്യുന്ന ഒരു പരിശീലനം. സ്നേഹമുള്ളവരെ, ഈ പരിശീലനം ഈശോയോടുള്ള സ്നേഹത്തിലുള്ള പരിശീലനം, ഈശോയുടെ ഭൗതിക ശരീരത്തോട് എന്നെ ഐക്യപ്പെടുത്തുന്ന പരിശീലനം, ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഇതര അവയവങ്ങൾ ഇടർന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്ന് ഉളവാകുന്ന ഒരു ത്യാഗത്തിൻ്റെ വേദനയുടെ സ്വയം പരിശീലനം. ഈ പരിശീലനം എല്ലാ ക്രിസ്ത്യാനിക്കും അനിവാര്യമായ ഒരു പരിശീലനമാണ്. ശരീരത്തിൽ, മനസ്സിൽ നാം ഓരോരുത്തരും ബോധപൂർവകമായി ഏറ്റെടുക്കുന്ന വേദനകളും സഹനങ്ങളുമാകുന്ന പരിശീലനങ്ങൾ. ഒരുപക്ഷെ രാത്രി ഉറക്കളച്ചുള്ള പ്രാർത്ഥനയായിരിക്കാം, ശരീരത്തിന് ചില ഇഷ്ടാനിഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ടുള്ള പരിശീലനമായിരിക്കാം, ചില ത്യാഗങ്ങളും സഹനങ്ങളും ശാരീരികമായ വേദനകളും ശാരീരികമായ അസൗകര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു പരിശീലനമായിരിക്കാം. ഇഷ്ടമുള്ള ചില ആഹാര സാധനങ്ങളോ ഇഷ്ടമുള്ള ചില സാഹചര്യങ്ങളോ ഇഷ്ടമുള്ളതായ ചില അവസ്ഥകളോ ബോധപൂർവം ത്യജിക്കുന്നതായ ഒരു പരിശീലനമായിരിക്കാം. അത് സ്വന്തം ആത്മരക്ഷയെ കരുതിയോ മറ്റുള്ളവരുടെ ആത്മരക്ഷയെ കരുതിയോ ഏറ്റെടുക്കുന്ന സഹനങ്ങളായിരിക്കാം. ആത്യന്തികമായി അതീശോയോട് ഐക്യപ്പെടുവാൻ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയോട് ഐക്യപ്പെടാൻ എന്നെ പര്യാപ്തമാക്കുന്ന ത്യാഗങ്ങൾ. സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകൾ മാത്രമാണ്, നമ്മുടെ സഹനങ്ങൾ മാത്രമാണ്, നാം ഏറ്റെടുക്കുന്നതായ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതായ നമ്മുടെ ത്യാഗങ്ങളും വേദനകളും സഹനങ്ങളും മാത്രമാണ് നമ്മെ ഈശോയോട് ഐക്യപ്പെടുത്തുന്നത്. ഒരിക്കലും സുഖങ്ങളോ സൗഖ്യങ്ങളോ സൗകര്യങ്ങളോ സുഖാനുഭവങ്ങളോ ഒന്നും, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളോ ഈ ലോകത്തിലെ വിജയങ്ങളോ ഈ ലോകത്തിൻ്റെതായ സമ്പന്നതയോ സുഖ സൗകര്യങ്ങളോ സുഖാനുഭവങ്ങളോ ഒന്നും നമ്മെ ഈശോയോട് ഐക്യപ്പെടുത്തുകയില്ല, ഈശോയോട് നമ്മെ താതാത്മ്യപ്പെടുത്തുകയില്ല. അവയൊന്നും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാവുകയില്ല. നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളും മാത്രമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ തന്നെ ആത്മരക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം നമ്മുടെ തന്നെ നിത്യജീവൻ അഭിലഷിക്കുന്നുവെങ്കിൽ, നാം മറ്റുള്ളവരുടെ ആത്മരക്ഷയും നിത്യജീവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, മാനസാന്തരങ്ങൾ സംഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ വളർച്ച നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈശോ എന്തിനു വേണ്ടിയാണോ മനുഷ്യാവതാരം ചെയ്തത്, ഈശോ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിൽ സഹനങ്ങളും വേദനകളും ഏറ്റെടുത്തത്, ആ ആത്മാക്കളുടെ രക്ഷ, ഭൗതിക ശരീരത്തിൻ്റെ വളർച്ച, സഭയുടെ വളർച്ച നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈശോ ഏറ്റെടുത്ത അതേ വഴി മാത്രമാണ് നമ്മുടെയും വഴിത്താരയെന്ന് നാം തിരിച്ചറിയണം. ഈശോ സ്വീകരിച്ച അതേ മാർഗം തന്നെയാണ് നമ്മുടെയും മാർഗമെന്ന് നാം മനസ്സിലാക്കണം. ഈശോയുടെ വേദനകളോടും
ഈശോയുടെ സഹനത്തോടും ഐക്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും വേദനകളും സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ തന്നെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ കുരിശമരണത്തോട് ചേർത്ത് ഈശോയുടെ കുരിശമരണത്തോട് ഐക്യപ്പെടുത്തി നാം സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക്, ജീവിത വിശുദ്ധിക്ക് അത് കാരണമായി മാറുന്നു. സഭയുടെ ഭൗതിക ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമായി മാറുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ആരെല്ലാം ഈശോയെ സ്വന്തം ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ, ആരെല്ലാം ഈശോയോട് ആത്മീയമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ, ആരെല്ലാം താൻ സ്വീകരിച്ച മാമോദീസ കേവലം പിൽക്കാല ജീവിതത്തിലെ ഒരു അനുഷ്ഠാനമായി അവശേഷിക്കാതെ തൻ്റെ ഭൂതകാല ജീവിതത്തിലെ ഒരു ആത്മീയ അനുഷ്ഠാനമായി അവശേഷിക്കാതെ തൻ്റെ സമകാലിക ജീവിതത്തിൻ്റെ ആത്മീയ അനുഭവമായി ആവിഷ്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഈശോയോട് തന്നെ ഐക്യപ്പെടുത്തുന്ന അനുഭവമായി തൻ്റെ മാമോദീസ മാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അങ്ങനെ ആഗ്രഹിക്കുന്ന, ഈശോയോട് ഐക്യപ്പെടുവാൻ അഭിലഷിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയുടെ സഹനത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഒരു അവയവമാണ് താനെന്ന അവബോധത്തിൽ ആ ഭൗതിക ശരീരത്തിലെ ഇതര അവയവങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ശരീരത്തിൽ വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുക മാത്രമല്ല, ആ ഭൗതിക ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇനിയും ആ ഭൗതിക ശരീരത്തോട് ഐക്യപ്പെടാത്തതായ എല്ലാ വ്യക്തികളും ആ ഭൗതിക ശരീരത്തോട് ഐക്യപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് ഐക്യപ്പെട്ട് ഈശോയുടെ ഭൗതിക ശരീരം വളരണമെന്ന ആഗ്രഹത്തോടു കൂടി ഈശോയുടെ ശരീരത്തിൽ ഈശോ ഏറ്റെടുത്ത വേദനകളിലും സഹനങ്ങളിലും സ്വന്തം ശരീരം കൊണ്ട് പങ്കുപറ്റും. അങ്ങനെ തൻ്റെ ശരീരം കൊണ്ട് ഈശോയുടെ വേദനകളിലും സഹനത്തിലും പങ്കുപറ്റുവാൻ തന്നെ പ്രാപ്തമാക്കുന്ന തൻ്റെ സഹനങ്ങളിലും വേദനകളിലും ആനന്ദിക്കും, അഭിമാനം കൊള്ളും. മാത്രമല്ല, തനിക്ക് ലഭിക്കുന്ന വേദനകളും സഹനങ്ങളും പോരാ എന്ന തിരിച്ചറിവിൽ ബോധപൂർവം സ്വയം വേദനകളും ത്യാഗങ്ങളും ഉപവാസങ്ങളും പ്രാശ്ചിത്തങ്ങളും ഉറക്കളച്ചുള്ള പ്രാർത്ഥനകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ ഭൗതിക ശരീരമെന്ന ശരീരത്തിലെ അവയവമെന്ന നിലയിൽ ഈശോയുടെ സഹന ജീവിതത്തോട് ബലിജീവിതത്തോട് ഐക്യപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അതിന് വേണ്ട കൃപ, ത്യാഗോജ്വലമായ വേദനയോടുകൂടിയുള്ള ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ കൃപ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.